എന്തായാലും UDF-ലേക്കുള്ള PV അൻവറിന്റെ കടന്നുവരവിൽ മൗനം പാലിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അസോസിയേറ്റ് അംഗത്വം നൽകി മുന്നണിയിലെടുത്ത PV അൻവറിന്റെ നിയന്ത്രണം പൂർണ്ണമായും ലീഗിനായിരിക്കുമെന്നുള്ള പരോക്ഷ സൂചനയാണ് UDF മുന്നണി വിപുലീകരണത്തിൽ പ്രകടമായത്. രമ്യ ദാസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രമ്യ, നേരത്തെ ശാലിനി പറഞ്ഞതുപോലെ UDF മുന്നണി പ്രവേശനം PV അൻവർ നടത്തി എങ്കിൽ പോലും അസോസിയേറ്റ് അംഗമാണ്, നിരവധി പരിമിതികളുണ്ട് എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതോടൊപ്പം കോൺഗ്രസ് നേതാക്കൾ PV അൻവറിന്റെ കാര്യത്തിൽ ഒരു മൗനം പാലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. കാരണം PV അൻവറിനെ നിയന്ത്രിക്കുന്നത് പൂർണ്ണമായും ലീഗിന്റെ ഒരു ചുമതലയിലാണ് എന്നുള്ള ഒരു ബാധ്യത അല്ലെങ്കിൽ സാധ്യത കൂടി ഈ വിഷയത്തിൽ കൊണ്ടുവരികയാണ്. കാരണം PV അൻവറിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് മുന്നണി വിപുലീകരണമൊക്കെ നടത്തി UDF-ൽ എന്നുള്ളത് ശരി തന്നെ. PV അൻവർ UDF-ലേക്ക് വന്നു. പക്ഷേ തുടർന്നുള്ള ഒരു കരുതൽ എന്നോണമാണോ ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഒരു ഭാഗത്ത് മൗനം പാലിക്കുകയും ലീഗ് PV അൻവറിനെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത്? രോഹിണി, തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രോഹിണി പറഞ്ഞതുപോലെ തന്നെയാണ് മുന്നിൽ കാണുന്നത്. കാരണം PV അൻവറിന്റെ മുന്നണി പ്രവേശം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ വലിയ തോതിലുള്ള അതിർത്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഇതിലും പ്രധാനപ്പെട്ട വിഷയം ഈ PV അൻവറിന്റെ സ്വഭാവ രീതികളും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമുക്കറിയാം, LDF മുന്നണിയിൽ നിൽക്കുമ്പോൾ തന്നെ അവസാന ഘട്ടത്തിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം തന്നെ കേരളം കണ്ടതാണ്. കാരണം ആദ്യഘട്ടത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു, LDF മുന്നണിയിൽ വരുന്നു, പിന്നീട് അവസാന ഘട്ടത്തിൽ പാർട്ടിയുമായി ഇടയുന്നു, വലിയ തോതിലുള്ള ചർച്ചയാകുന്നു, രാജിവെക്കുന്നു, പിന്നീട് തൃണമൂൽ കോൺഗ്രസ് ഒരു പാർട്ടി രൂപീകരണം ഉണ്ടാകുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ തെരഞ്ഞെടുപ്പിൽ ഈ UDF-ലേക്ക് ചേക്കാനുള്ള വലിയ ശ്രമങ്ങൾ PV അൻവർ നടത്തിയിരുന്നെങ്കിലും അന്ന് അത് ഫലം കണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോഴാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, കാരണം LDF-ലേക്ക് ചേക്കാറാനുള്ള അൻവറിന്റെ സമയമെടുത്തത്. കാരണം അസോസിയേറ്റ് അംഗത്വമാണ് ഇപ്പോൾ കോൺഗ്രസിൽ നൽകിയിരിക്കുന്നത്, UDF മുന്നണിയിൽ നൽകിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ, കാരണം ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തോതിൽ നേതാക്കൾക്ക് ഉൾപ്പെടെ അതിർത്തിയുള്ളത്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, ലീഗുമായി തന്നെ വലിയ തോതിൽ ഒരു അടുപ്പം അല്ലെങ്കിൽ അതൊരു അന്തർധാര, അവരുടെ ഒരു ലീഗും PV അൻവറും തമ്മിലുള്ള അന്തർധാര സജീവമായിട്ടുണ്ടായിരുന്നു. കാരണം പലതവണ പാണക്കാട് സന്ദർശിക്കുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം PV അൻവർ ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ലീഗുമായി തന്നെ കൃത്യമായ ഒരു അന്തർധാര സൂക്ഷിക്കാൻ ആ സമയങ്ങളിലെല്ലാം അൻവർ ശ്രമിച്ചിരുന്നു. അത് തന്നെയാണ് ഇത്തരത്തിലൊരു കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു അസോസിയേറ്റ് അംഗത്തിലേക്ക് PV അൻവറിനെ എത്തിച്ചതെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ ഇതെല്ലാം തന്നെ ഈ മുന്നണിയിൽ നിന്നുകൊണ്ട്, കാരണം ഈ ലീഗിന്റെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ UDF മുന്നണിയിലേക്ക് അൻവർ വരുന്നതെങ്കിലും അൻവറിന് വായടപ്പിക്കാൻ തന്നെയായിരിക്കും ഇത്തരം ലീഗ് നേതൃത്വത്തിന്റെയും അതുപോലെ തന്നെ UDF-ന്റെയും ശ്രമം. കാരണം കൂടുതൽ പാർട്ടിക്കുള്ളിൽ നിന്ന് കണ്ട് പാർട്ടിയെ വിമർശിക്കാൻ ഒരിക്കലും UDF സമ്മതിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം LDF മുന്നണിയിൽ നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന വിഷയങ്ങളെല്ലാം തന്നെ പാർട്ടിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിലൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് മുന്നണിയിൽ എടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാതെ അൻവറിനെ അസോസിയേറ്റ് അംഗത്വം നൽകി കൂടെ നിർത്തുക എന്നുള്ളത് മാത്രമായിരിക്കും ചെയ്യുന്നത്. കാരണം നിലമ്പൂരിൽ ഉൾപ്പെടെ വലിയ തോതിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഉൾപ്പെടെ അൻവറിന്റെ പാർട്ടി മത്സരിക്കുകയും വലിയ തോതിൽ വോട്ട് പിടിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. സ്വതന്ത്രമായി നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ തോതിൽ വോട്ട് പിടിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം തന്നെ UDF മുന്നണിയിൽ ഇത്തരം നിലമ്പൂർ മേഖലയിലെല്ലാം ഒരു മേൽക്കൈ UDF-ന് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാവും ഇത്തരത്തിലൊരു അസോസിയേറ്റ് അംഗത്വം നൽകി കൂടെ നിർത്തുന്നത്. പക്ഷേ എങ്കിൽ കൂടി കൂടുതൽ സംസാരിപ്പിക്കാനോ പാർട്ടിയെ ഇത്തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകളും അതുപോലെ തന്നെ മാധ്യമങ്ങളെ കൂടുതൽ കണ്ട് ഇത്തരത്തിലുള്ള സംവാദങ്ങളും എല്ലാം നടത്തുന്നതിനും പാർട്ടി വിലക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി, ശരി.